നമസ്കാരം. മൂന്നാം കണ്ണ്, തേർഡ് ഐ, ത്രിനേത്രം എന്നൊക്കെ പറയുന്ന ഒരു പ്രധാന വിഷയമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. രണ്ട് കണ്ണുകൾക്കിടയിൽ സാധാരണയായി ഉറങ്ങിക്കിടക്കുന്ന ഒരു മൂന്നാം കണ്ണ് ഉണ്ട് എന്ന ഒരു വിശ്വാസത്തിലാണ് നാം എല്ലാവരും. പക്ഷെ അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതൊരിക്കലും തുറക്കപ്പെടുന്നില്ല, അടഞ്ഞിരിക്കുന്ന മൂന്നാം കണ്ണ്. അപ്പോൾ ഇതിനെ കഠിനമായ പരിശ്രമത്തിലൂടെ മുഴുവൻ ലൈംഗിക ഊർജവും ഭൂഗുരുത്വത്തിനെതിരായി മുകളിലേക്ക് ഉയർത്തി അതിലേക്ക് എത്തിക്കുമ്പോൾ അത് തുറക്കപ്പെടുന്നു. അപ്പോൾ ഒരാളുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി മുഴുവനായി മുകളിലേക്ക് ഭൂഗുരുത്വത്തിനെതിരായി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ മാത്രമാണ് അത് തുറക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനായി പല മാർഗങ്ങളും പരീക്ഷിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. കാരണം അത് തുറക്കുമ്പോൾ പെട്ടെന്ന് പ്രകാശത്തിൻ്റെ മിന്നലാട്ടം ഉണ്ടാകും. ഒരിക്കലും വ്യക്തമല്ലാതിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വെളിവാവുകയും സുവ്യക്തമായി തീരുകയും ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും ചക്രങ്ങൾ 7 എണ്ണമാണ്. മൂലാധാരം, അതിലാണ് എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്നത്. സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിങ്ങനെ 7 പ്രധാന ചക്രങ്ങളാണുള്ളത്. അതിൽ ആജ്ഞ എന്ന് പറയുന്ന ചക്രമാണ് മൂന്നാം കണ്ണ് എന്ന് കൊണ്ട് വിവക്ഷിക്കുന്നത്. ചക്രങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഭൂമിക്ക് നട്ടെല്ലിൻ്റെ ഉള്ളിൽ ഭൂമിക്ക് പാരലായിട്ടാണ്, സമാന്തരമായിട്ടാണ് ചരിക്കുന്നത്, കറങ്ങുന്നത്, സ്പിൻ ചെയ്യുന്നത്. അത് ചുഴികൾ പോലെയാണ്, ആവർത്തങ്ങൾ പോലെ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കോസ്മിക് എനർജി വലിച്ചെടുക്കാനുള്ള ഒരു മീഡിയമായിട്ടാണത് ശരീരത്തിൽ കുടികൊള്ളുന്നത്. അപ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യത്യസ്ത നിലയിലാണ് ചക്രങ്ങൾ കറങ്ങുന്നത് എന്ന് പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. പുരുഷനിൽ മൂലാധാരം വലത്തോട്ട് കറങ്ങുമ്പോൾ സ്ത്രീകളിൽ മൂലാധാരം ഇടത്തോട്ട് അപ്രദക്ഷിണമായിട്ടായിരിക്കും കറങ്ങുന്നത്. പുരുഷനിൽ സ്വാധിഷ്ഠാനം അപ്രദക്ഷിണമായിട്ട് കറങ്ങുമ്പോൾ സ്ത്രീകളിൽ പ്രദക്ഷിണമായിട്ട് സ്വാധിഷ്ഠാനം കറങ്ങും. മണിപൂരകം പുരുഷന്മാരിൽ പ്രദക്ഷിണമായി അതായത് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ സ്ത്രീകളിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ അല്ലെങ്കിൽ അപ്രദക്ഷിണമായിട്ട് കറങ്ങുന്നു. പുരുഷന്മാരിൽ അനാഹതം പ്രദക്ഷിണമായി കറങ്ങുന്നു ക്ലോക്ക് വൈസിൽ. അതുപോലെ സ്ത്രീകളിൽ അനാഹത ചക്രം ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. വിശുദ്ധി ചക്രത്തിൽ പുരുഷന്മാരുടെ വിശുദ്ധി ചക്രത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ സ്ത്രീകളുടെ വിശുദ്ധി ചക്രം ക്ലോക്ക് വൈസിലായിരിക്കും കറങ്ങുന്നത്. പുരുഷന്മാരുടെ ആജ്ഞാചക്രം ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ സ്ത്രീകളുടേത് ക്ലോക്ക് വൈസിലായിരിക്കും. പുരുഷന്മാരുടെ സഹസ്രാരം ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ സ്ത്രീകളുടേത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ ഈ മൂലാധാര ചക്രത്തിൽ നിന്ന് ഭൂഗുരുത്വാകർഷണത്തിന് വിപരീതമായിട്ട് മുഴുവൻ ലൈംഗിക ഊർജവും ആജ്ഞാചക്രത്തിൽ എത്തിക്കുന്ന അവസ്ഥയിലാണ് ഒരു അഗ്നിസ്ഫുലിംഗം പോലെ ഈ മൂന്നാം കണ്ണ് തുറക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് നിരീക്ഷണം ആണ് ആവശ്യം. സാക്ഷിപ്പെടൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാം കണ്ണിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും ഉപയുക്തമായിട്ടുള്ള മാർഗത്തെയാണ് അർത്ഥമാക്കുന്നത്. കാരണം ആ നിരീക്ഷണം അകത്താണുള്ളത്. 2 പുറം കണ്ണുകളും പുറം കാഴ്ചയ്ക്കുള്ളവയാണ്. അപ്പോൾ വിസിബിൾ വേൾഡിനെ മുഴുവനായി നാം ദർശിക്കുന്നത് 2 നയനങ്ങൾ വഴിയാണ്, 2 കണ്ണുകൾ വഴിയാണ്. അതേസമയം നമ്മൾക്ക് അകത്താണുള്ളത് നിരീക്ഷണം മുഴുവൻ നടത്തേണ്ടത്. അകത്തുള്ള കാഴ്ചയെ കാണുന്നതിന് ഈ മൂന്നാം കണ്ണ് പ്രയോജനപ്പെടുത്തുന്നു. അകത്തെ കാഴ്ചയെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ അവയിലൂടെ അകത്തെ കാഴ്ച ലഭിക്കുന്നില്ല.
ഈ തുറന്നിരിക്കുന്ന കണ്ണിലൂടെ കാണാൻ സാധിക്കുന്നില്ല. ഈ കണ്ണുകൾ മൂടപ്പെടേണ്ടവയാണ്. അപ്പോൾ ആജ്ഞാചക്രം തുറക്കണമെങ്കിൽ മൂന്നാം കണ്ണ് തേർഡ് ഐ ഓപ്പൺ ആവണമെങ്കിൽ ഈ വിസിബിൾ ലോകം പുറം കാഴ്ച കാണുന്ന കണ്ണുകൾ അടഞ്ഞിരിക്കേണ്ടതാണ്. എന്നാലാണ് മൂന്നാം കണ്ണ് തുറന്ന് അകത്തെ കാഴ്ചകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അകത്ത് കണ്ണ് പോലുള്ള എന്തോ ഉണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ ആരാണ് ആ സമയം കാണുന്നത്? തീർച്ചയായും ഈ കണ്ണുകളല്ല. ക്രോധം ഉയർന്നു വരികയാണെങ്കിൽ അതാരാണ് കാണുന്നത്? അതുപോലെ സങ്കടം ഉണ്ടാവുകയാണെങ്കിൽ അതാരാണ് കാണുന്നത്? അതുപോലെ നിങ്ങൾക്ക് ഇമോഷണലായിട്ടുള്ള ഏത് രീതിയിലുള്ള അനുഭൂതികൾ അനുഭവിക്കുന്നത് ഈ പറയുന്ന മൂന്നാം കണ്ണാണ്. മൂന്നാം കണ്ണാണ് അത് അനുഭവിച്ചറിയുന്നത്. അകത്ത് നോക്കി ദർശിക്കുന്ന മൂന്നാം കണ്ണ്, പുറം കാണുന്ന ഈ രണ്ട് കണ്ണുകളല്ല, അകത്ത് അടഞ്ഞിരിക്കുന്ന ആ മൂന്നാം കണ്ണ്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ നിങ്ങൾ തിരിച്ചറിയുന്നു എങ്കിൽ, കണ്ണടച്ചിരിക്കുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്നറിയുന്നെങ്കിൽ അതാണ് മൂന്നാം കണ്ണ്. നിങ്ങൾക്ക് സങ്കടം വരികയാണെങ്കിൽ ആ സങ്കടത്തെ നിങ്ങൾ തിരിച്ചറിയുന്നു എങ്കിൽ അപ്പോൾ ആ സങ്കടത്തെ ആരാണോ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാക്കുന്നത് ആ മനസ്സിലാക്കുന്നതാണ് മൂന്നാം കണ്ണ്. നിങ്ങൾക്ക് ഇമോഷണലായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അനുഭൂതികൾ വന്നു ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ അലൗകികമായിട്ടുള്ള സുഗന്ധങ്ങൾ നിങ്ങൾക്ക് പുറമേ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ വന്നു ചേരുന്നത് നിങ്ങൾക്ക് അനുഭവയോഗ്യമായി തീരുകയാണെങ്കിൽ ആ തോന്നലാണ് നിങ്ങളുടെ മൂന്നാം കണ്ണ്. അപ്പോൾ മൂന്നാം കണ്ണ് എന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ചൊരു കണ്ണല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു നിരീക്ഷണമാണ്. നിരീക്ഷിക്കാൻ ഉപയുക്തമാക്കുന്ന, നിങ്ങൾ എന്തിനെയാണോ നിങ്ങളുടെ ഉള്ളിൽ അന്തർദർശനം അന്തർയാഗം ചെയ്യുന്നത്, ആ അന്തർയാഗത്തിന് ഉപയുക്തമായിട്ടുള്ള ഏത് ബോധസത്വമാണോ ആ സത്വത്തെയാണ് മൂന്നാം കണ്ണ് എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ നിരീക്ഷണത്തിന് ഉതകുന്ന ആ മൂന്നാം കണ്ണിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, പ്രയോഗവൽക്കരിക്കുക. അത് റേക്കിയിൽ വളരെ വിജയമുണ്ടാകും. രോഗികളെ ചികിത്സിക്കാനും അതുപോലെ തന്നെ സ്വമേധയായുള്ള നിങ്ങളുടെ വിജയത്തിനും ജീവിത വിജയത്തിനും അത് വളരെ ഉപയുക്തമാകും. അതുകൊണ്ട് എല്ലാവരും മൂന്നാം കണ്ണിനെക്കുറിച്ചുള്ള ഒരു ധാരണ കൈവരിച്ചതിന് ശേഷം റേക്കി പ്രാക്ടീസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ച്. വിത്ത് ലവ് ലേറ്റസ്റ്റ്.